പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു സാബത്ത് ദിനത്തിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ഒരു ക്ഷണം നിങ്ങൾക്ക് നൽകുകയാണ് കേട്ടോ. നമ്മുടെ അങ്ങണ്ടൂർ ഇടവകയിലാണെന്ന് അറിയാലോ. ഇവിടുത്തെ തിരുനാളിൻ്റെ കൊടികയറ്റമാണ് ഇന്ന്, ഈ ഞായറാഴ്ച 11-ാം തീയതി രാവിലെ 7 മണിയുടെ കുർബാനയ്ക്ക് ബഹുമാനപ്പെട്ട ജെയ്സൺ കൂനമ്പിളാക്കലച്ചൻ, നമ്മുടെ വികാരി ജനറലാണ് തൃശ്ശൂർ അതിരൂപതയുടെ അച്ഛൻ, കൊടികയറ്റി ബലിയർപ്പിച്ച് അങ്ങനെ ഒരു സന്തോഷ ദിനം. നമുക്ക് ഈ 19-20 അടുത്ത ഈ തിങ്കളും ചൊവ്വയില്ല, അടുത്ത തിങ്കൾ ചൊവ്വ നമ്മുടെ തിരുനാളാണ്. നിങ്ങളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മളിനി ധ്യാനിക്കുന്നത് അത് ബുക്ക് ഓഫ് ജഡ്ജസ്, അത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ അതിൽ ഇൻട്രൊഡക്ഷനിൽ പറയുന്ന ഒരു ഭാഗമാണ്. അതിങ്ങനെയാണ്: ജനം ദൈവത്തോട് അവിശ്വസ്തമായി വർത്തിച്ചപ്പോൾ ശത്രു പ്രബലപ്പെട്ടു. അതായത് ജനം ദൈവത്തോട് അവിശ്വസ്തത പുലർത്തിയപ്പോൾ. നമ്മുടെ ജീവിതത്തിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ചിലപ്പോൾ തോന്നാറില്ല, ജീവിതം മടുത്തുപോയി, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്താലും ഒന്ന് രക്ഷപ്പെടുക, അങ്ങനെയൊക്കെ ചില ചിന്തകൾ നമുക്ക് വരാറില്ല സഹോദരങ്ങളെ. അതായത് ഒറ്റ കാര്യം, ഒരു ആത്മശോധന നടത്തിയാൽ മതി. ഞാൻ യേശുവുമായിട്ടുള്ള ബന്ധം എൻ്റെ എപ്രകാരമാണ്? അതായത് അവിടെ നമ്മളൊരു കോംപ്രമൈസിങ് സ്പിരിച്വാലിറ്റി, യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ആ ഒരു ശുഷ്കാന്തി ഇല്ല. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ, അമ്മച്ചി പറഞ്ഞതുപോലെ, യേശുവിനെ വ്യക്തിപരമായിട്ട് അനുഭവിക്കാനായിട്ട് ഞാൻ വേണ്ട വിധത്തിൽ ആഗ്രഹിച്ചിട്ടില്ലേ? പ്രിയ സഹോദരങ്ങളെ, ശത്രു പ്രബലപ്പെടും, പിശാച് പ്രബലപ്പെടും, മനസ്സമാധാനം ഉണ്ടാവില്ല, സ്വസ്ഥത ഉണ്ടാവില്ല, ആനന്ദം എന്ന് പറയുന്ന സാധനം. അതായത് എന്തൊക്കെ ഉണ്ടെങ്കിലും, സമ്പത്തുണ്ടായിരിക്കാം, സ്ഥാനമാനങ്ങളുണ്ടായിരിക്കാം, ജോലി ഉണ്ടായിരിക്കാം, മക്കളുണ്ടായിരിക്കാം, 2 നില വീടുണ്ടായിരിക്കാം, കാറുണ്ടായിരിക്കാം, ബസ് ഉണ്ടായിരിക്കാം, അമേരിക്കയിലും ആഫ്രിക്കയിലും അന്റാർട്ടിക്കയിലും ഒക്കെ പോകാൻ പറ്റും. പക്ഷെ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം നിൻ്റെ ജീവിതത്തിൽ, ഒരു സായുജ്യം എന്ന് പറയില്ലേ, അനുഭവിക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. ഒറ്റ കാര്യമുള്ളൂ, ശത്രു പ്രബലപ്പെടാനായിട്ട് നമ്മൾ അനുവദിച്ചു. ഈ സാബത്ത് ദിനത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ തിരുനാളുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ, ഒരു ദേശത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ദിനം ശരിക്കും സഭ ആഗ്രഹിക്കുന്നത് അതാണ്. അതായത് പ്രദക്ഷിണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ചുമ്മാ സിനിമ പാട്ട് പാടി പോണതല്ല. ശരിക്ക് തിരുസ്വരൂപങ്ങൾ വഹിച്ച് ആ ഇടവകയുടെ അതിർത്തികളിലൂടെ, അല്ലെങ്കിൽ പോകുന്ന വഴി മുഴുവൻ അതിർത്തി ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റില്ല, കാരണം വലിയൊരു ഈ ഒരു നടക്കുക എന്നുള്ളത് എളുപ്പമല്ല. പക്ഷെ അതൊരു ഇതാണ്, നമ്മുടെ വിശുദ്ധനെ പരസ്യമായിട്ട് വിശുദ്ധരെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നു, വരുന്നു. അതിലൂടെ ഒരു ദൈവിക സംരക്ഷണ വേലിയാണ് ഈ തിരുനാൾ ആഘോഷങ്ങളിലൂടെ ഒക്കെ നമ്മൾ ശരിക്കും സഭ പഠിപ്പിക്കുന്നത്. നമ്മളതെങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് കർത്താവിനോട് അവിശ്വസ്തത പുലർത്തിയോ, യേശുവിനോട് അവിശ്വസ്തത പുലർത്തിയോ, നമ്മുടെ ജീവിതത്തിൽ പിശാച് പ്രബലപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്ക് നേരെ വിപരീതമായ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാനും പറ്റും. ദൈവമേ, ഞങ്ങൾക്ക് ഒരു തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണം കർത്താവേ. വേറെ ഒന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, തിരിച്ചറിവ് ഞങ്ങൾക്ക് വേണം. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.